ഹലോ കിഡീസ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. തനക്കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ, ഞങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തനക്കുട്ടി ഞങ്ങളുടെ കൂടെ പോകുന്നു. പിക്കുമോൻ ഇന്ന് ക്ലാസ്സുള്ള കാരണം കൊണ്ട് അവൻ പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ഇറങ്ങിയിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ട് വേണമല്ലോ അതിന് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എണീറ്റ ഉടനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പിക്കുവിന് കഴിക്കണമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് അവൻ പോയത്. ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാബിലെത്തി നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഫിഷ് ടാങ്ക് ശ്രദ്ധിച്ചത് കേട്ടോ. എത്ര ഫിഷാണെന്ന് അറിയാമോ? ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഫിഷ് ടാങ്ക് വാങ്ങിച്ചിട്ട് എത്ര ഫിഷിനെ വാങ്ങിച്ചിട്ടെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എന്താ പറയുക, ഇയാളെടുത്ത് ചോദിച്ചപ്പോഴും അയാളും പറഞ്ഞത് ചത്തൊക്കെ പോകുന്നുണ്ട്, പിന്നെയും വാങ്ങിച്ചിടുന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുത്തി എടുത്തു. അപ്പം ഞാൻ എൻ്റെ കൊളസ്ട്രോളും കൂടി ഒന്ന് ചെക്ക് ചെയ്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ആ വഴിക്ക് തന്നെ ഒന്ന് അടുത്തുള്ള കട വരെ പോയിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ശരത്തേട്ടൻ ഇന്ന് പോകണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായാലും ഈ പരിപാടിക്ക് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. ഇന്നാകുമ്പോൾ വലിയ തിരക്കും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അടിപൊളിയാണ് കേട്ടോ. നല്ല വെജിറ്റബിൾസ് കിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കണേ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരി വില കൂടുതലായിരിക്കും. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത റേറ്റിന് സാധനങ്ങൾ കിട്ടും. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ്. ചീഞ്ഞതും മളിഞ്ഞതും ഒന്നും ഇരിക്കാറില്ല കേട്ടോ. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇരിക്കാറുണ്ട്. അപ്പോൾ കണ്ടോ, ബീട്രൂട്ടും മുള്ളങ്കിയും നമ്മുടെ വഴുതനങ്ങയും വെള്ളരിക്കയും ബജിമുളക്, പലതരം വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇവിടുത്തുകാർക്കുണ്ടല്ലോ വഴുതനങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിത് വെച്ചിട്ട് പലതരം കറികൾ ഉണ്ടാക്കും. എനിക്കറിയാം ഒരു 3-4 എനിക്കറിയാം, അതിൽ കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ തനിക്കുട്ടി ദേ വായും പൊത്തി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ തനിക്കുട്ടിയാണ് ഇപ്പോൾ എൻ്റെ ക്യാമറാമാൻ കേട്ടോ. അവളടുത്ത് പറയുകയാണെങ്കിൽ അവൾ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തരും. അപ്പോൾ തനിക്കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പേടിയുണ്ട് അവളെ കയ്യിൽ നിന്ന് താഴെ വീഴുമോ എന്നുള്ളത് കേട്ടോ. പക്ഷെ എന്നാലും അവൾ എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോരോ വെജിറ്റബിൾസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സവാളയൊക്കെ നല്ല അടിപൊളി സവാള ഉണ്ടായിരുന്നു, നല്ല വലിപ്പമുള്ളത്. ചില സമയത്ത് വേറെ ഷോപ്പിലൊക്കെ പോകുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര നിരാശ തോന്നും. സവാളയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് അളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നല്ല വെജിറ്റബിൾസ് ആയിരിക്കും കേട്ടോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാകുന്നത്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ഒരുപാട് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജ് നിറച്ച് വെച്ച് ഒരു കൈയും കണക്കില്ലാണ്ട് വാങ്ങിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. ആഴ്ചയിലേക്ക് എത്ര വേണോ അതിനുള്ളത് മാത്രം വാങ്ങിക്കും. അത് തീർന്നിട്ടായിരിക്കും അടുത്ത ഒരു സെറ്റ് ഓഫ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്താണെങ്കിലും ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വാങ്ങിച്ച് ഫ്രിഡ്ജ് നിറച്ച് വെക്കാറില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചത് ബില്ലടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്തിട്ട് വരും കേട്ടോ. തന്നെയാണെങ്കിൽ എല്ലാം വാങ്ങിക്കാനൊക്കെ ആയിട്ട് നല്ല മിടുക്കുക. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നോട് എടുക്കാൻ പറയും നല്ലത് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് കേട്ടോ അവിടെ കറിവേപ്പിലിരിക്കുന്നത് കണ്ടത്. നല്ല ഫ്രഷായിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നി. അതിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങനെ തിരഞ്ഞ് ഏറ്റവും നല്ലത് ഏതാണോ അതൊക്കെയാണ് കേട്ടോ. ഏറ്റവും തികഞ്ഞതൊക്കെ വേണം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു, ബില്ലൊക്കെ അടിച്ച് കിട്ടി. അപ്പോൾ ആ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അത് നല്ല ജ്യൂസി ആയിട്ടുള്ള ക്യാരറ്റാണ്, സാധാരണ ക്യാരറ്റ് പോലെയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ കരിക്ക് കുടിക്കാനായിട്ട് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ വന്ന പിന്നെ ഡെയിലി ഞാൻ ഓരോ കരിക്ക് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങിയതല്ലേ, ഇതും താങ്ങി പിടിച്ച് വീട്ടിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും തനുക്കുട്ടിയും ശരത്തേണ്ണനും ഒക്കെ ഓരോ കരിക്ക് അവിടെ ഇരുന്ന് കുടിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കാനായിട്ട് ചെറിയ സെറ്റപ്പൊക്കെ അയാൾ വെച്ചിട്ടുണ്ട്. അയാൾക്ക് ഇരിക്കാനും കിടക്കാനും വെച്ചതായിരിക്കും. എന്നാലും ഞങ്ങൾ അവിടെ ഇരുന്ന് കരിക്ക് കുടിച്ചു. പിന്നെ ശരത്തേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ 2 കരിക്ക് കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തനുക്കുട്ടിയാണെങ്കിൽ ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അവൾക്ക് അങ്ങനെ ഇന്ന പ്ലേസ് ഒന്നുമില്ല, എവിടെയാണെങ്കിലും അവൾ പാട്ടൊക്കെ പാടിയിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളത് ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് തന്നു കേട്ടോ. അപ്പം അതിനകത്ത് നല്ല കാമ്പുണ്ടായിരുന്നു, നല്ല ഫ്ലഷ് ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കഴിച്ചു. അതുപോലെ 2 വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കരിക്ക് കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരിക്കും. കാരണം ഇനി സമ്മർ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ കരിക്കും വാട്ടർ മെലനും ഒക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ അധികം വിൽക്കുന്നത് കാണാനായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടു, നമുക്ക് കൊണ്ടുപോകാനുള്ള കരിക്കാണ് കട്ട് ചെയ്ത് തന്നേക്കുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കരിക്ക് വാങ്ങിക്കുന്നത്
കിട്ടുന്നത് കേട്ടോ. നല്ല മധുരമുള്ള കരിക്കൊക്കെ കിട്ടാറുണ്ട്, വെള്ളം നല്ല നല്ല രസമുള്ള വെള്ളം കിട്ടാറുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ മീനൊക്കെ ചത്തുപോവാണ്, അപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട്, ഇത് വേറൊരു ഷോപ്പാണ്, അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് നോക്കാമെന്ന് വെച്ചപ്പോഴാണ് അവിടെ റാബിറ്റിനെ കണ്ടത്. തനക്കുട്ടിക്കാണെങ്കിൽ ഏത് ജീവിനെ കണ്ടാലും അപ്പം അതിന് വേണമെന്ന് പറയും. റാബിറ്റ് കഴിഞ്ഞപ്പോൾ കിളികളെ കണ്ടു, കിളികൾ കഴിഞ്ഞപ്പോൾ ദാ കോഴിക്കുട്ടികളെ കണ്ടു. പല കളർ മുക്കി എടുത്തതാണ് തോന്നുന്നു. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കുറേ കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നു. അവൾ അതിനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഇവിടെ അധികം ഫിഷൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത സെറ്റ് വരണം, വന്നിട്ട് അറിയിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഡോറ് തുറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധമാണ്. അപ്പോൾ വലുതാവും തോറും എനിക്ക് ചെയ്യണം എന്നിങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ താക്കോലൊക്കെ മേടിച്ച് ഡോറൊക്കെ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. അങ്ങനെ നമ്മൾ പോയി വന്നു കേട്ടോ. അപ്പൊ എനിക്കറിയാം ഇതിനൊക്കെ പോയാൽ കുറെ ലേറ്റ് ആകും എന്നുള്ളത്. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, അത് കാരണം കൊണ്ട് ഞാൻ കറി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് കേട്ടോ. പിന്നെ പിക്കുന് രാവിലെ സ്കൂളിൽ പോണായിരുന്നു. ഇന്ന് തനക്കുട്ടിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി മസാല ദോശ ഉണ്ടാക്കാം. ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിക്കു മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ബാക്കി എനിക്ക് എന്താ പറയുക, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ലേ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുക. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ടല്ലേ ചെയ്യുക. അപ്പം ഞാൻ ആ കൂട്ടത്തിൽ ആ കൊളസ്ട്രോളും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളം പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി കാണും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും കുത്തി എൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഈ 2 കൈ വെയിൻ മുഴുവൻ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ 2 ദിവസം കൊണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അതും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അതുകൂടി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോണിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഐഫോൺ ആയതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും, എനിക്കിതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷെ ഞാൻ കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂർ പോലും ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഇഞ്ചക്ഷൻസ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഇന്നും എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം. അപ്പം എനിക്ക് ഇതിനൊന്നും ഇപ്പം ടെസ്റ്റ് ചെയ്തതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ഭയങ്കര ഒരു ടയേർഡ് ആവുന്ന ഒരു ഫീലാണ്. എനിക്കിങ്ങനെ കണ്ണ് കാണില്ല കേട്ടോ. ആ സമയത്ത് കണ്ണ് കാണില്ല, മരുന്നിൻ്റെ പവർ കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, കണ്ണ് കാണില്ല, ടയേർഡായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഇതായി പോവും. അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ ഇന്നലെ വന്നിട്ടാണെങ്കിൽ ഇച്ചിരി നേരം എഡിറ്റ് ചെയ്തോളൂ. എനിക്ക് അത്രയും ക്ഷീണമായിരുന്നു. പിന്നെ മെഡിസിൻ ഉണ്ട്, മെഡിസിൻ ഇനി 7 ദിവസം ഞാൻ മെഡിസിൻ കഴിക്കണം. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, അതായത് യൂറിനറി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കേട്ടോ. അതൊന്നും ഇപ്പം എനിക്കില്ല. അത് കാരണം കൊണ്ട് ഇങ്ങനെ എണീറ്റ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്ഷീണം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഡെയിലി നമ്മുടെ അടുത്ത് കരിക്ക് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കണ്ടോ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് ബാർലി വെള്ളം വെച്ച് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു 4 ദിവസം. അപ്പം ഇതുപോലെ ഒരു പാത്രം വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് കുടിക്കും. ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും ഒരു 2.5 ലിറ്റർ, നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലത്തെ 3 ബോട്ടിൽ വെള്ളം ഞാൻ ഡെയിലി കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് ആക്ച്വലി 3 ലിറ്റർ കാണും, ഏറെക്കുറെ 3 ലിറ്റർ കാണും. പക്ഷെ ഡോക്ടർ പറയുന്നത് അതിനെ കഴിഞ്ഞും കുറച്ചും കൂടി കൂടുതൽ കുടിക്കണം. അപ്പൊ ഈ 3 ലിറ്ററും കുടിക്കും, പ്ലസ് ഇത്രയും പോകുന്നൊരു പാത്രം നിറച്ച് ബാർലി വെള്ളവും കുടിക്കും. പിന്നെ ഞാൻ കരിക്ക് കുടിക്കുന്നുണ്ട്. അപ്പൊ വാട്ടർ കൺസ്യൂം ചെയ്യണത് കുറച്ചും കൂടിയും ഇരട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന്റെ കുറവ് കാരണം കൊണ്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇത് ഒരു പ്രാവശ്യം എനിക്ക് ഒരു 3-4 മാസം മുന്നേ ഒരു വട്ടം വന്നതാ. അപ്പോൾ ഒരു പ്രാവശ്യം വന്നവർക്ക് പിന്നെയും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. വെള്ളം കുറവ് കുടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നതാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. എനിവേ വേറെടുത്ത് വെച്ച് കാണാം. പിന്നെ എൻ്റെ മുഖവും കഴുത്ത് ഈ ഭാഗമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർ പറയണത്. അത് കാരണം കൊണ്ടാണ് ഇപ്പം കൊളസ്ട്രോൾ അല്ല തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. 3-4 മാസമായി. ഇതുവരയ്ക്കും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ ഇനിയിപ്പം 3-4 മാസം കൊണ്ട് വന്നൂടായ ഇല്ല എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ 3 മാസത്തിൽ ഒരിക്കൽ ഒന്ന് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണത് നല്ലതാണെന്നാണ് പറയുന്നത്. എനിവേ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വൈകുന്നേരമാണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടുള്ളൂ. ഒരു 5 മണി തൊട്ട് 8 മണിയുടെ ഉള്ളിലാണ് കിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ ആഴ്ചയിൽ 1 ദിവസമാണ് ഇരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിലെ പോയിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. കിട്ടിയോ? പാലൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ പാല് കുറച്ചുണ്ടായിരുന്ന കാരണം കൊണ്ട് രാവിലെ പിക്കൂനെ പറഞ്ഞേക്കുമ്പോൾ അതാണ് യൂസ് ചെയ്തത്. പിന്നെ ഇപ്പം പോയിട്ട് പാല് മേടിച്ചുകൊണ്ടു. ഇത്രയും സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയത്, എന്നിട്ട് പാല് വാങ്ങിക്കാൻ മറന്നിട്ടാണ് വന്നത്. നമ്മളെ പെറ്റ് ഷോപ്പിൽ കയറി നോക്കി, മീനൊക്കെ എന്താന്ന് അറിഞ്ഞൂടാ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മീനൊക്കെ ചത്തുപോയിട്ടോ. ഒരു 2 or 3 മീൻ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. എന്തുകൊണ്ടാണ് ചാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതുകൊണ്ടാണ് എനിക്ക് ഇതിനൊന്നും വളർത്താനായിട്ട്, പേഴ്സണലി എനിക്ക് കാണാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വളർത്താൻ അത്ര താല്പര്യം ഇല്ലാതെ ഇതുകൊണ്ടാണ്. ചത്തു പോകുമ്പോൾ നമുക്ക് വിഷമല്ലേ, ഒരു ജീവൻ നമ്മുടെ വീട്ടിൽ കിടന്ന് ചത്തു പോവാന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ് അല്ലേ. എനിക്കങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ എനിക്കിഷ്ടമല്ല ഇങ്ങനെ വളർത്തുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. തനിക്കുട്ടിയുടെ ഒരു ഇഷ്ടം, തനിക്കുട്ടിക്ക് ആഗ്രഹമുള്ള കാരണം കൊണ്ട് നമ്മൾ മേടിച്ചതാണ്. മാത്രമല്ല പഠിച്ച് അവള് ഫുൾ മാർക്കും മേടിച്ച് അവളെല്ലാ പ്രാവശ്യം ക്ലാസ്സിൽ നല്ല ഹൈ മാർക്കിൽ പാസ്സാവുന്ന ആളാണ്. അപ്പം അത് കാരണം കൂടിയും കൊണ്ടാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ പെറ്റ് എന്തെങ്കിലും പട്ടീനെയും ചട്ടീനൊക്കെ വാങ്ങിച്ചാൽ അത് നമ്മുടെ തലയിലേക്കുള്ള സാധനം, അതിനുള്ള പ്രായം അവൾക്ക് ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലം മീനെ വാങ്ങിച്ചു കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചത് കേട്ടോ. ഇന്ന് അവളുടെ ആഗ്രഹം എന്തായിരുന്നു അറിയോ, കോഴിക്കുട്ടീനെ മേടിക്കണം. ആക്ച്വലി എനിക്ക് കോഴിക്കുട്ടീനെ ഇഷ്ടാട്ടോ. എനിക്കുണ്ടല്ലോ എല്ലാ ജീവികളെയും എനിക്ക് ഇഷ്ടം, പക്ഷെ വളരാൻ പാടില്ല. പട്ടിയാണെങ്കിലും എന്ത് കിളികളാണെങ്കിലും പട്ടിയാണെങ്കിലും കോഴിക്കുട്ടിയാണെങ്കിലും ഒന്നും എനിക്ക് ഇതൊന്നും വളരണത് എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു ചെറുതായിട്ട് ഇരുന്നിട്ട് ആ ക്യൂട്ട്നെസ് ഉണ്ടാവില്ലേ അവരെ കാണുമ്പോൾ, ആ ഒരു ക്യൂട്ട്നെസ്സിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനത്തെ ജീവികളാണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം. വളരാത്ത പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ, വളരാത്ത അതായത് എപ്പോഴും ചെറുതായിട്ട് തന്നെ ഇരിക്കുന്ന പട്ടി വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കുറച്ചും കൂടി കഴിയുമ്പോൾ തനുകുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് അപ്പം മേടിക്കാം. ഇതുപോലെ കിടന്ന് അലച്ച് മനുഷ്യനെ ശല്യപ്പെടുത്തുന്ന പട്ടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പറഞ്ഞോളൂ, കണ്ടോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുക്കണ്ടോ. ഒട്ടന പട്ടി ഭയങ്കര കൊരയാണ്. വർത്താനം പറഞ്ഞ ദോശ ഞാനിന്ന് കരിച്ചുണ്ടാക്കും. ഇച്ചിരിയും കൂടിയും കറിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ എന്ത് കറി വെക്കുകയാണെങ്കിലും ഞാനത് വേറെ പാത്രങ്ങളിലേക്ക് പകർത്തി 2 എണ്ണാക്കി വെക്കും. അപ്പൊ നമുക്ക് ഇനി ഇൻ കേസ് നമുക്ക് ഇത് ചെലവായില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാത്രിയിലേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇട്ട് കയ്യിൽ തന്നെ ഇട്ടിട്ട് എടുക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. കാലത്ത് ബിക്കുവിന് കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് ഞാൻ മാറ്റി വേറെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ രാത്രി ഞങ്ങൾ ചിലപ്പോൾ ഇതുപോലെ ദോശയൊക്കെ കഴിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ അയ്യോടാ ഞാനിവിടെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോയി. ഇതാണ് വർത്താനത്തിനിടയ്ക്ക് എന്ത് ചെയ്താലും കുളമാവും. ഞാൻ വർത്താനിച്ച് ഇത് ഇവിടെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോയി. സാരല്ല. നമ്മുടെ മസാല ദോശ റെഡി. മസാല ദോശനെ നമുക്ക് വെച്ചു കൊടുക്കാം. എനിക്ക് നല്ല ക്രിസ്പി ദോശ ഇഷ്ടം. ക്രിസ്പി ദോശ വിത്ത് കോഫി. എൻ്റെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴേ ബിലോ നോർമലിനെ കഴിഞ്ഞും ബിലോ ആണ്. അതായത് 90 to 110 or 120 എന്നുള്ളത് എന്താ പറയാ കുഴപ്പമില്ലാത്ത ഷുഗർ ലെവലാണ് ഒരാളെ സംബന്ധിച്ച്. പക്ഷെ എനിക്കുണ്ടല്ലോ ഇന്ന് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്കും 76 ആയിരുന്നു. ഞാൻ ഒട്ടും ഷുഗർ കൺസ്യൂം ചെയ്യുന്നില്ല കേട്ടോ. ചോക്ലേറ്റ്സ് ആണെങ്കിലും ചായയിൽ ഇട്ടിട്ടാണെങ്കിലും എന്തിലാണെങ്കിലും. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയണേ വേണമെങ്കിൽ യൂസ് ചെയ്തോ, കുഴപ്പമില്ലാന്ന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കോഫി ഇട്ട് കുടിക്കാം. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു കോഫിയോ ഒരു ചായയോ ഒക്കെ ഇട്ട് കുടിക്കണതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇന്ന് എനിക്ക് ഒരു ക്ഷീണം ഇതൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുടിക്കൊന്നുമില്ല. എനിക്ക് ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തോന്നും ഇച്ചിരി കോഫി കുടിക്കണം, എന്തെങ്കിലും ടയേർഡായിട്ട് അല്ലെങ്കിൽ തലവേദന എടുത്തിട്ടിരിക്കുമ്പോൾ
അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള, അപ്പോൾ നമുക്കൊരു ഉന്മേഷക്കുറവ് വരില്ലേ, അപ്പോൾ മാത്രം ഇച്ചിരി കോഫിയൊക്കെ ഞാൻ ഇട്ട് കുടിക്കും കേട്ടോ. പിന്നെ ഇച്ചിരി കോഫി കുടിക്കാം. ഇന്ന് ശരത്തേണ്ണും കോഫി കുടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിന്ന് കോഫി കുടിക്കാമെന്നാണ് കരുതുന്നത്. നമ്മുടെ നെയ്യൊക്കെ തീരാറായി, അടുത്ത നെയ്യ് ഉണ്ടാക്കേണ്ട ടൈമായി. ഇത്രയാവുമ്പോഴാണ് ഞാൻ അടുത്ത സെറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം നെയ്യ് ഇത്തിരി കുറവാണ്. ഇടയിൽ നമ്മളിങ്ങനെ 2 പ്രാവശ്യമൊക്കെ യാത്രകളായിരുന്നില്ലേ, അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടില്ല. അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം നെയ്യ് ഇച്ചിരി കുറവായിരിക്കും. ടൈം 10:45 പോകുന്നത് കേട്ടോ. ഞാനേ ഇത് കണ്ടോ, നമ്മുടെ കോഫി കട്ട പിടിച്ചപ്പോൾ നമ്മളിങ്ങനെ കുടിക്കാണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതൊക്കെ ഇരുന്ന് കട്ട പിടിച്ചോ. അപ്പം ഞാൻ നോക്കി നല്ല ചൂട് വെള്ളം ഒഴിച്ച് ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. എന്നിട്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ ഇച്ചിരി കുടിക്കും. അടിപൊളി, നല്ല രസം കാണും. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുന്ന നേരത്താണ് നമ്മുടെ ചെടിക്കാരൻ്റെ ഒച്ച കേട്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാസങ്ങളോളായിട്ടുണ്ട് ഒരു ചെടിയൊക്കെ മേടിച്ചിട്ട്. ഞാൻ വാങ്ങാറേ ഇല്ല, കാരണം നോക്കാൻ പറ്റുന്നതിലും കൂടുതൽ ചെടി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ചാനലും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറേ ബിസിയാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ചെടി വാങ്ങായിരുന്നു കേട്ടോ. ഇവർക്കൊക്കെ നല്ല കച്ചവടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈയിടെയായിട്ട് അങ്ങനെ ചെടികളൊന്നും വാങ്ങാറില്ല. ഉള്ള ചെടികളെ എങ്ങനെ നന്നായി നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റുമോ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ ചെടി വാങ്ങിക്കണം എന്നൊക്കെ ഒരു തോന്നൽ, എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ചെടി വാങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു കുറച്ച് ചെടികളൊക്കെ മേടിച്ചു. പിന്നെ അതൊക്കെ പ്ലാൻ ചെയ്ത് ഇവർ തന്നെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു റീപോർട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ. എന്നെക്കൊണ്ട് ഇനി ഇത്രയും ചെടികളൊക്കെ റീപോർട്ടിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇപ്പോൾ വയ്യാത്ത കാരണം കൊണ്ടാണ്. പിന്നെ ഒരുപാട് സമ്മറായി കഴിഞ്ഞാലും പിന്നെ നമ്മൾ റീപോർട്ടിങ് ചെയ്യുമ്പോൾ ചെടി പെട്ടെന്ന് വാടി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ വന്ന ചേട്ടനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് റീപോർട്ടിങ് ചെയ്ത് തരാമോ, സാധനങ്ങളൊക്കെ എത്തിച്ച് തരുവാണെങ്കിൽ റീപോർട്ടിങ് ചെയ്യാമോ. അവരായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും അവർ ഇരട്ടി പൈസ പറയും. അപ്പോൾ നമ്മളായിട്ട് വാങ്ങിക്കുമ്പോൾ അത്രയും പൈസയൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ശരി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലർ കൈ കൊണ്ട് ചെടി വെച്ചാണ്ടല്ലോ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥം ഇളെ കൊണ്ട് വെപ്പിച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഇത് ഇരുന്ന് ഈ വെയിലത്ത് വെക്കാനുള്ള ശേഷിയും ഇല്ലായിരുന്നു. ഇവരാകുമ്പോൾ പെട്ടെന്ന് ചെറപറാന്നാണ് പണികൾ തീർക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ആളെ കൊണ്ട് വെപ്പിച്ചതാണ്. അതിന് നമ്മളൊരു 10-20 രൂപ കൂടുതൽ കൊടുത്താൽ മതി കേട്ടോ. അത്രയ്ക്ക് അവർ മേടിക്കുള്ളൂ. പിന്നെ ചെടികളുടെ ഇച്ചിരിയൊക്കെ പൈസയൊക്കെ അവർ കുറച്ച് തരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചെടിയൊക്കെ വാങ്ങിച്ച് മേലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ അടുത്ത പരിപാടി എന്താണെന്നറിയോ, നമ്മൾ ചെറിയ ഉള്ളി നന്നാക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇറച്ചി കൊണ്ടുവരും. ഇറച്ചി ഞാൻ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടേ വയ്ക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്നലത്തെ അവിയലൊക്കെ ബാക്കിയിരിപ്പാണ്. ഇനി എന്തെങ്കിലും ഒരു രസമോ അല്ലെങ്കിൽ രസം ആക്ച്വലി ഇവിടെ ഉണ്ട്, ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഉണ്ട്. വേണമെങ്കിൽ ഒരു മോര് കാച്ചാം, വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം. അതിനാകെ 5 മിനിറ്റല്ലേ സമയം എടുക്കുള്ളൂ. 2 ചെറിയ ഉള്ളി ഉണ്ടായാൽ കാച്ചാവുന്നുള്ളൂ. അപ്പം ഞാനൊരു അരമണിക്കൂർ എൻ്റെ മുന്നിലുണ്ട് കേട്ടോ. ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുക. ഇത് കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇറച്ചിയിലേക്ക് ഒരു 10-25 എണ്ണം മിനിമം ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ചധികം ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് ഇറച്ചിക്കറി വെക്കാമെന്ന്. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. നമ്മൾ സാധാരണ സവോള ഇട്ടിട്ട് വെക്കണേക്കാളും ടേസ്റ്റാണ് ചെറിയുള്ളിക്ക്. അപ്പം അത് കാരണം കൊണ്ട് സമയമുണ്ടല്ലോ, നമുക്ക് ഇന്നിപ്പോൾ വേറെ കറികളുടെയോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് സമയമുള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ച് ചെറുള്ളി ഇപ്പം ഇരുന്ന് പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 ചെടി വാങ്ങിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഒരു ഉണർവ് വന്ന ഒരു എനർജി ലെവല് ഒന്ന് കൂടിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ഞാൻ ഇച്ചിരി ഡെസ്പായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ടുള്ള ഇപ്പം മരുന്ന് കഴിക്കണേൻ്റെയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഒരു ടയേർഡോ എനിക്ക് ഒന്നിനും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നടക്കണമെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒന്ന് ഡെസ്പായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക്
4 ചെടി അല്ലെങ്കിൽ ഒരു ചെടി ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തന്നാൽ ഞാൻ ഹാപ്പി ആവും കേട്ടോ. എനിക്ക് അത്രേ ഉള്ളൂ. കാരണം ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നെ ഹാപ്പി ആക്കാറില്ല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത് കേട്ടോ. അല്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുന്നതേ നിലനിൽക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എന്നല്ല കുറച്ചധികം നാളുകളായിട്ട് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് ചെയ്യാറുള്ളത്. എൻ്റെ അടുത്ത് ശരത്തര എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഫ്രീഡം. ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാലും ശരത്തര നോ പറയില്ല. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ലക്ക് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും കൂടി അത്രയും ഫ്രീഡം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. ഈ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാത്തിനും എല്ലാവരോടും ചോദിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുവാന്ന് പറഞ്ഞാൽ പോലും ശരത്തരൻ നോ പറയില്ല കേട്ടോ. ആ ഒരു ഫ്രീഡം എനിക്കുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ ഫ്രീഡം എന്ന് പറയണത്. നമുക്ക് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ ആ ഒരു ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുക എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. എന്തിനോ വേണ്ടി ജീവിക്കുകയാണ് എന്നുള്ള തോന്നലായി മാറും. അപ്പോൾ ആ ഒരു ഫ്രീഡം എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടത് എന്താണെന്നറിയോ? സ്നേഹത്തെക്കാളും ഉപരി അവർക്ക് ഫ്രീഡമാണ് വേണ്ടത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. സത്യമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്കത് എപ്പോഴും സത്യമായിട്ട് തോന്നാറുണ്ട്. ആ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അവര് ഹാപ്പി ആയിരിക്കും. അവർ തന്നെത്താൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഉള്ള ഒരു വില കിട്ടുന്ന സമയത്തുണ്ടല്ലോ അതായത് അവർ അംഗീകരിക്കപ്പെടുമ്പോഴാണ് ശരിക്കും അവർ സന്തോഷിക്കുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഹാപ്പിയാണ് കേട്ടോ. ശരത്തേൻ്റെ ആ ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. ദൈവം സഹായിച്ച് എനിക്ക് ഫ്രീഡം ഉള്ള ഒരു വീടാണ് ഇത്. എൻ്റെ സ്വന്തം വീട്, ഐ മീൻ നമ്മുടെ ബാംഗ്ലൂരത്തെ വീട്. ഇവിടെ എനിക്ക് നല്ല ഫ്രീഡമാണ്. അത് കാരണം കൊണ്ട് എനിക്ക് എൻ്റെ വീട് വിട്ടിട്ടുള്ള ഒരു കാര്യവും എൻ്റെ കുടുംബം വിട്ടിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ശരത്തേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ പറയുക ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണേന് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴെപ്പോഴും എൻ്റെ വീട്ടിൽ പോകാൻ തോന്നിയേനെ, എപ്പോഴെപ്പോഴും മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് പോകണം എന്നുള്ള തോന്നൽ വന്നേനെ. പക്ഷെ ഇപ്പം എനിക്ക് അതില്ല കേട്ടോ. എനിക്ക് ഈ വീട് വിട്ടിട്ട് അല്ലെങ്കിൽ ശരത്തേട്ടനെ വിട്ടിട്ട് എനിക്ക് വേറെ എവിടേക്കും പോകണമെന്ന് തോന്നാറില്ല കേട്ടോ. അതെനിക്ക് ആ ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അറിഞ്ഞു വന്നത് എന്താ, നമ്മൾ ചെടി വാങ്ങിച്ചു, സന്തോഷം കണ്ടെത്തി. ചെടി വാങ്ങണമെങ്കിൽ ഇപ്പം എനിക്ക് ആരോടെങ്കിലും ചോദിക്കണ്ട. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ എന്നെ സന്തോഷിപ്പിക്കും. ഞാൻ എന്നെ സന്തോഷിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഒരു ടയർഡ്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഈവൻ മനസ്സിലുണ്ടെങ്കിൽ കൂടി അത് പോയി കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തും പറയാറുണ്ടല്ലോ, എപ്പോഴെങ്കിലും എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഒരു ബുക്ക് വായിക്കുന്നത് സന്തോഷമായിരിക്കും, അപ്പോൾ പോയിട്ടൊരു ബുക്ക് വാങ്ങിക്കാം. ഇതുപോലെ എന്നെ പോലെ ചെടി ഭ്രാന്തുള്ളവരാണെങ്കിൽ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ സന്തോഷിക്കൂ. ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ആൾക്കാരില്ലേ? ഞാനൊക്കെ അങ്ങനത്തെ ആളാണ് കേട്ടോ. സാധാരണ രീതിയിൽ സന്തോഷിക്കുന്ന ആളാണ്. അല്ലാണ്ട് ഹിമാലയം കീഴടക്കണം, അമേരിക്കയ്ക്ക് പോകണം, അങ്ങനത്തെ സന്തോഷങ്ങളൊന്നും നമുക്കില്ല. ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമുക്കുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെറിയുള്ളി, ഇന്ന് വലിയ ചെറിയുള്ളിയാണ് കേട്ടോ. വലിയ ചെറിയുള്ളി ആകുമ്പോൾ നന്നാക്കാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, വൈകുന്നേരം ഇനി വീണ്ടും പോകണം ഇഞ്ചക്ഷൻ കുത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും. പിന്നെ ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടും 5 മണിയാകുമ്പോൾ, അത് മേടിക്കണം. ഡോക്ടറെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് ഡോക്ടറെ കാണലൊന്നും ഇന്ന് നടക്കില്ല. ജസ്റ്റ് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ അല്ലെങ്കിൽ അവിടെ വേറൊരു ഡോക്ടറുണ്ട്, അവരെ കാണിച്ചാലും മതിയായിരിക്കും. സപ്പോസ് നമുക്ക് തൈറോയിഡ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ആ ഡോക്ടർ റിപ്പോർട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ എന്താ പറയുക ഇൻഫെക്ഷൻ്റെ കാര്യത്തിന് എനിക്കിനി ഈ ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. തൈറോയിഡ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താ വെച്ചാൽ ഒരു 4 മാസം മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ 4 മാസം കൊണ്ട് വന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ ഡോക്ടർ എന്നെ കണ്ടിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ വീങ്ങിയിരിക്കുകയാണ്, എൻ്റെ കഴുത്ത് വീങ്ങിയിരിക്കുകയാണ്, അതായത് ഒരു ചീർമത വന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയണത് കേട്ടോ. അതുകൊണ്ടാണ് ഡോക്ടർക്ക് സംശയം.
പിന്നെ ഞാൻ ഭയങ്കര ടയേർഡാന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ എന്താ പറയുക, ഭയങ്കര ടയേർഡാണ്. അപ്പം അത് കാരണം കൊണ്ട് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. എനിക്കൊന്നുമില്ല, പക്ഷേ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കൊളസ്ട്രോളും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് കൂടി ചെയ്തത് കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഉണ്ടാവില്ലായിരിക്കില്ലേ. ഞാനിത് ശരിയാക്കട്ടെ കേട്ടോ. വേഗം മാനേജ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീഡിയോ ബഹുത്ത് ബഡാ വീഡിയോ ആവും. സംസാരം നിർത്തിയിട്ട് പണി നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം വേറൊരു വ്ളോഗായിട്ട് ഇട്ടേക്കാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.